അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ അയില, നല്ല വലിയ അയില ഉണ്ട്. നമുക്ക് എന്ത് ചെയ്ക്കാം, നല്ല നീട്ടി പൊരിച്ചിട്ട് പാട്ടൊക്കെ ഇട്ട് കഴിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളികളൊക്കെ ഇവിടെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ, ഒരു ചില്ലി, പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നേരത്തെ തൊലിച്ച് വെച്ചതൊക്കെ ക്രഷ് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണിത്. കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് പെരിഞ്ചീരപ്പൊടി, ഇത് പെപ്പർ പൗഡർ, ഇത് കുറച്ച് കോൺഫ്ലവർ, ഇത് ഒരു ഇത്തിരി സുർക്കയും വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലെമൺ ഇല്ലാത്തതുകൊണ്ട് അതിന് പകരം എടുത്തതാണ് കേട്ടോ. ഇതൊന്നാകെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സെറ്റാക്കാം. അതാ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്ക് പേസ്റ്റ് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ അയില എടുത്തിട്ട് ലേശീച്ച മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കുക കേട്ടോ. ക്യാമറയും പണിയും ഒപ്പം നടക്കുന്നുണ്ട്. ക്യാമറ ചെറുതായിട്ട് ഇങ്ങനെ ഇളകുന്നുണ്ട്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇതാ നമ്മളെ ക്യാമറമാൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് കായം തേക്കാൻ കഴിയുന്നുണ്ട് ഗൈസ്. നമ്മൾ മസാല കുറച്ച് കൂടിപ്പോയോ സംശയം. സാരമില്ല, നമുക്ക് ഫ്രീസ് ചെയ്തെടുത്ത് വെക്കാം. നമുക്കിനി എടുക്കാമല്ലോ. ഇതിൻ്റെ ഉള്ളോട്ടൊക്കെ നല്ല അങ്ങോട്ട് പിടിപ്പിച്ച് കൊടുക്കട്ടെ. ഇത് നമ്മൾ എത്രത്തോളം മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രത്തോളമാണ് ഇത് എന്താ ചെയ്യുക, ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കായം തേച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. എപ്പോഴാണ് വിശക്കണേ അപ്പം എടുത്തിട്ട് ഫ്രൈ ആക്കാം. ഓക്കെ, അപ്പം നമ്മളിതാ 3 അയിലയും നല്ല കായം തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ക്യാമറ ഇപ്പോൾ സെറ്റായി. അപ്പോൾ ഫിഷിൻ്റെ മാഗ്നേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ വീട് നനച്ചുണി പണിയായിരുന്നു. നോമ്പൊക്കെയല്ല വരുന്നത്. എല്ലാവരെയും നനച്ചുകുളിയൊക്കെ ഇവിടെ എത്തി കഴിയാറായോ. അപ്പോൾ വീട് നന്നായിട്ട് തന്നെ നനച്ച് കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. നനച്ച് കുളിപ്പിക്കുന്നതിനിടയിൽ എ സിയിലേക്കൊക്കെ വെള്ളം ഇറങ്ങിയൊന്ന് പേടിച്ചിട്ട് അതൊക്കെ പിന്നെ എക്സ്ട്രാ തുടച്ചു കൊടുത്തു. അപ്പോൾ ഏകദേശം നനച്ചുണിയൊക്കെ കഴിഞ്ഞു. വിശക്കുന്നുണ്ട്, ഫിഷ് ഫ്രൈ ആക്കി വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ പോയോക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളെ ഫിഷ് ഫ്രൈ ചെയ്യാൻ എടുക്കാം. നമുക്ക് നനച്ചുണി പണി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫിഷും പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാൻ അടുപ്പിട്ട് വെച്ചിട്ടുണ്ട്. പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കും. നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത അയില അവിടെ ഗൈസ്. നല്ല ഇവിടുന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നമ്മൾ നനച്ചുണി കണ്ടിന്യൂ ചെയ്യാം. ഫിഷ് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രൈൻ്റെ ആ ഒരു ഫൈനൽ ഔട്ട്കം. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് കഴിക്കാൻ പോവാണ്. ഞാൻ വലുതൊക്കെ ഒന്ന് തന്നെ വേഗം എടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഫുഡിലേക്ക് കഴിച്ചോക്കട്ടെ, എന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ ചിരങ്ങ താളിച്ചതായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഫിഷ് ഫ്രൈ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നനച്ചുണി പണീൻ്റെ ഇടയിലല്ലേ. ഇനി ഒരു ഫിഷ് ബാക്കിയുള്ളൂ കേട്ടോ. അതിന് ഇനി അടി കഴിക്കാൻ രണ്ടാളും. അപ്പോൾ നമ്മൾ കഴിച്ചോക്കട്ടെ. അപ്പം ബൈ ബൈ.